RSSൻ്റെ ഭാഷയിൽ CPMൻ്റെ അണികൾ സംസാരിക്കുന്നത് വളരെയേറെ അപകടകരമായ കാര്യമാണ്. CPM എപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗിനെ ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിം സമുദായത്തെ അല്ല വിമർശിക്കുന്നത്. അതായത് മുസ്ലിം സമുദായം വേറെ, മുസ്ലിം ലീഗ് വേറെ. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ കാണിക്കുന്ന ആവേശത്തെ ഒരു മതപരമായ ആവേശമായി എന്തിന് കാണുന്നു എന്നിടത്താണ് പ്രശ്നം വരുന്നത്. ചില സൂക്കേട്ടുള്ളവരുണ്ട് മുസ്ലിം ലീഗിലെന്ന് പറഞ്ഞതുപോലെ CPMലും വടകര നാദാപുരം ഏരിയയിലെങ്കിലും ഈ CPMൻ്റെ ഉള്ളിൽ ഈ വേറെ അസുഖമുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ പഴയ ചരിത്രം നോക്കിയാൽ അറിയാം. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിൻ്റെ അനുരണനങ്ങൾ പല ഭാഗത്തു നിന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം കേരളത്തിലെ ഏറ്റവും ശക്തമായ മത്സരം നടന്ന മണ്ഡലങ്ങളിലൊന്നായ വടകരയിൽ നിന്നാണ്. വടകരയിൽ വലിയ തോതിലുള്ള വർഗീയ പ്രചരണം നടന്നു എന്ന ആക്ഷേപമായിരുന്നു. ആ ആക്ഷേപത്തെ പ്രതിരോധിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നു. അതേസമയം തന്നെ അവിടെ സമൂഹത്തിനുള്ളിൽ വലിയ ഭിന്നിപ്പുണ്ടായിരിക്കുന്നു എന്ന ആശങ്ക ചിലരെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട്. വലിയ മത്സരത്തിൻ്റെ തുടർച്ചയായുണ്ടായ ചെറിയ സമുദായ ധ്രുവീകരണമാണോ അതോ അതിനപ്പുറത്തേക്കുള്ള വർഗീയ പ്രചരണം അവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. നമുക്കൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് MP പ്രശാന്താണ്. വടകര അടക്കമുള്ള മണ്ഡലങ്ങളിലെ മത്സരത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല വടകരയിലെ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലെ ഒക്കെ മത്സരം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവിടുത്തെ സാമൂഹ്യ സമവാക്യങ്ങളെക്കുറിച്ച് നല്ല ധാരണയുള്ള ആളുമാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിത് സംസാരിച്ചു തുടങ്ങുമ്പോൾ ഇപ്പോൾ പലരും പല വിധത്തിലുള്ള എഴുത്തുകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തോതിൽ നടത്തുന്നുണ്ട്. അതിൽ ചിലതെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറം സമൂഹത്തിൽ ചില ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മത്സരത്തോടനുബന്ധിച്ച് അവിടെ ഉണ്ടായി എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് വളരെ ഡെലിബറേറ്റായി സംഭവിച്ചതാണോ അതോ വലിയൊരു മത്സരം നടക്കുന്നു, ആ മത്സരത്തിൻ്റെ ഭാഗമായി ചിലത് സംഭവിച്ചപ്പോൾ അതിൻ്റെ സ്വാഭാവികതയിലുണ്ടായ ചില പ്രശ്നങ്ങളാണോ? അല്ല, ഇപ്പോൾ വടകര മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ ചർച്ചകൾ അടിയന്തരമായിട്ട് ആ ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടതാണ്. അതിന് കാരണം വടകരയുടെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ചരിത്രം അറിയുന്ന ആളുകൾക്ക് അത് എത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള ആഘാതമാണ് സമൂഹത്തിൽ ഉണ്ടാക്കുക എന്ന് തിരിച്ചറിയുന്നവർ ഉടനടി ഇടപെട്ട് ആ ഒരു ചർച്ചകൾ അവസാനിപ്പിക്കേണ്ടതാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നാദാപുരം കുറ്റ്യാടി മേഖലകളിൽ ഉണ്ടായിരുന്നിട്ടുള്ള കലാപം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ ഇല്ലാതാക്കിയത്. അത് മുസ്ലിം ലീഗിൻ്റെയും CPMൻ്റെയും സംസ്ഥാന തലത്തിൽ നടന്ന ചർച്ചകൾ, ഉഭയകക്ഷി ചർച്ചകളിലൂടെയാണ് സമാധാനം കൊണ്ടുവന്നത്. അതിൽ PK കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗിനെയും കോടിയേരി ബാലകൃഷ്ണൻ CPMനെയും പ്രതിനിധീകരിച്ചുകൊണ്ട് പല തലത്തിൽ പല റൗണ്ട് ചർച്ചകൾ നടത്തിയിട്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള സമാധാനം നാദാപുരം മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ വീണ്ടും കുത്തി ഉണർത്താവുന്ന അല്ലെങ്കിൽ അതിനെ പിന്നെയും നമ്മൾ ഒരു ആക്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചർച്ചകൾ അത് എന്തിൻ്റെ പേരിലായാലും അത് ഉടനടി രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ടിട്ട് അത് ഇല്ലാതാക്കേണ്ടതാണ്. രണ്ടാമത് ഉടനടി ചെയ്യേണ്ടത് ഒരു പോസ്റ്റിൻ്റെ പേരിലാണ് പ്രധാനമായിട്ടും അവിടെ ചർച്ച ഉണ്ടാകുന്നത്. വാട്സപ്പ് മെസ്സേജാണ്. അതിൽ UDF കാൻഡിഡേറ്റ് LDF സ്ഥാനാർത്ഥിയായിരുന്ന ശൈലജ ടീച്ചറെ അപമാനിച്ചു അല്ലെങ്കിൽ കാഫർ എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് മെസ്സേജ് അത് പ്രചരിക്കുകയും അത് കേസ് കൊടുക്കുകയും അതിന് എതിരെ UDFും ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ അടിയന്തരമായി പോലീസ് സൈബർ വിഭാഗം ഇടപെട്ടിട്ട് അതെവിടെ നിന്നാണ് ഉണ്ടായത് എന്ന് അതിൻ്റെ നിജസ്ഥിതി സമൂഹത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയും ചെയ്യണം. സാധാരണ സൈബർ ക്രൈമിൽ എടുക്കുന്ന ഒരു കാലതാമസം ഇക്കാര്യത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാരണം അത് ഇങ്ങനെ ആളിക്കത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ബോധപൂർവമായ ചില തലങ്ങളിൽ നിന്ന്. അത് ചിലപ്പോൾ ബോധപൂർവമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് പല ശക്തികളും ഉണ്ടാകും. നമുക്കറിയാം നാദാപുരം മേഖലകളിൽ ഒരുപാട് ശക്തികൾ ഇടപെട്ട് CPMും ലീഗും മാത്രമല്ല മറ്റ് ചില ശക്തികളും കൂടി ഇടപെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവേണ്ടത്. ഒന്ന്, ഈ രണ്ട് പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വങ്ങൾ ഇടപെട്ടുകൊണ്ട് ഈ ചർച്ചകൾ തീരെ പ്രൊഡക്റ്റീവ് അല്ലാത്ത വളരെ കമ്മ്യൂണലായിട്ടുള്ള ചർച്ചകൾ അടിയന്തരമായി നിർത്തിവെക്കുകയാണ്.
അത് എത്രത്തോളം സാധിക്കും എന്നുള്ളത് നമ്മുടെ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ ഒരു പ്രശ്നമാണല്ലോ. ചർച്ച നമ്മൾ പറഞ്ഞാൽ പോലും, പാർട്ടി നേതൃത്വം പറഞ്ഞാൽ പോലും ചർച്ച ഇല്ലാതാവണമെന്നില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം, പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ എങ്കിലും ഈ ചർച്ചയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവസാനം KT ജലീലൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ളത്. എന്തിനാണ് അദ്ദേഹം അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് എനിക്ക് എത്രയാണ് മനസ്സിലാവുന്നത്. കാരണം സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ, പല ആളുകളും പല രീതിയിലും ചർച്ചകൾ പങ്കെടുണ്ടാവാം, അത് നിർത്താൻ പറ്റില്ല. അപ്പം മുസ്ലിം ലീഗിൻ്റെയും CPM-ൻ്റെയും ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ ഈ ചർച്ചയിൽ നിന്ന് മാറി നിന്നാൽ മാത്രമേ അത് തള്ളിപ്പറയാൻ പറ്റൂ. ഞങ്ങളുടെ ആളുകളല്ല എന്ന രീതിയിൽ പറഞ്ഞു. ഇത് ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒരു ചർച്ച ചെയ്തുകൊണ്ട് ഗുണപരമായിട്ടുള്ള ഒരു ഫലവും ഉണ്ടാകാൻ പോകുന്നില്ല. മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച അവസാനിപ്പിക്കുകയും ഈ പ്രശ്നത്തിൽ നേരത്തെ പറഞ്ഞ വാട്സപ്പ് മെസ്സേജത്തിൻ്റെ ഒറിജിൻ കണ്ടെത്താൻ വേണ്ടി പോലീസ് ഊർജ്ജസ്വലമായി അന്വേഷണം നടത്തുകയും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന നിജസ്ഥിതി സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയുമാണ് വേണ്ടത്. കാരണം ഇത് പറയാൻ കാരണം മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലുള്ള ക്യാമ്പയിനല്ല, മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്നത് പോലുള്ള ചർച്ചകളല്ല. നാദാപുരത്തിൻ്റെ ചരിത്രം അറിയുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഞാനിത് പറയുമ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിച്ചു. അപ്പോൾ ഈ വടകരയിൽ മത്സരിച്ച LDF-ൻ്റെയും UDF-ൻ്റെയും സ്ഥാനാർത്ഥികൾ, ഇവരെ രണ്ടുപേരെയും വ്യക്തിപരമായി എടുത്തു കഴിഞ്ഞാൽ ഇവരാരും ഏതെങ്കിലും തരത്തിലുള്ള വർഗീയവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ മുൻകാല ചരിത്രം പരിശോധിച്ചു, ഇപ്പോൾ ഷാഫിയുടെ ചരിത്രമാണെങ്കിലും KK ശൈലജയുടെ ചരിത്രമാണെങ്കിലും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവരേതെങ്കിലും തരത്തിലുള്ളൊരു വർഗീയതയെ പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമ്മളുടെ മുമ്പിലില്ല. അപ്പോൾ ഈ സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും തരത്തിലത് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പിന്നെ ഉള്ളത്, അവിടെ മത്സരം ശക്തമായപ്പോൾ അവിടെ പ്രധാനമായിട്ടും ലീഗാണ് UDF-ൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിയത്. കോൺഗ്രസ് അവിടെ താരതമ്യേന ദുർബലമാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും ലീഗാണ് അവിടെ UDF-ൻ്റെ പ്രചരണം നടത്തിയത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെയായിരുന്നു. ലീഗാണ് അവിടങ്ങളിലൊക്കെ UDF-ൻ്റെ പ്രചരണം നടത്തിയത്. അത് ഇത്തവണ ഷാഫി വന്നപ്പോഴും ലീഗ് അത് ഏറ്റെടുക്കുന്നു. അപ്പോൾ ഷാഫി വന്നു എന്നുള്ളത് കൊണ്ടും ഷാഫിയുടെ പ്രചരണം ലീഗ് ഏറ്റെടുത്തു എന്നുള്ളത് കൊണ്ടും അതിനെ ഏതെങ്കിലും തരത്തിൽ വർഗീയമായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടന്നു, അല്ലെങ്കിൽ അത് വർഗീയമായി വ്യാഖ്യാനിക്കപ്പെട്ടോ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് പ്രശ്നം. കഴിഞ്ഞ വർഷം ഓർമ്മയാണ്, 2019 മുരളീധരൻ സ്ഥാനാർത്ഥിയായിട്ട് വടകര റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ അവിടെ സ്വീകരിക്കാൻ മുമ്പിലുണ്ടായിരുന്നത് മുസ്ലിം ലീഗായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ കൊടികളായിരുന്നു അവിടെ മുഴുവൻ ഉണ്ടായിരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ക്യാമ്പയിനിലും മുന്നിട്ടിറങ്ങിയിരുന്നത് യൂത്ത് ലീഗും മുസ്ലിം ലീഗുമായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പാറക്കൽ അബ്ദുള്ള തന്നെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യവും അവരുടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു. ഇപ്രാവശ്യവും പാറക്കൽ അബ്ദുള്ള തന്നെയാണ്. അന്ന് മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർന്നപ്പോൾ അതിനെ വർഗീയമായി ചിത്രീകരിക്കാത്ത വരുമ്പോൾ ഇപ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ കൊടി കാണുമ്പോൾ അതിൽ വർഗീയത കാണുന്നത് ഷാഫിയുടെ മതത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു പോളറൈസേഷൻ അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം നടത്താനുള്ള ശ്രമം ഉണ്ടായി എന്നത് വാസ്തവമാണ്. കാരണം മുസ്ലിം ലീഗ് ഒരു അതിരുകവിഞ്ഞ ആവേശം അവിടെ കാണിക്കുന്നുണ്ട് എന്നായിരുന്നു ഒരു വിലയിരുത്തൽ. അത് കാണിക്കുന്നത് ഷാഫി എന്നോടുള്ള മതത്തോടുള്ള കൂറാണ് എന്ന രീതിയിൽ ഒക്കെ വിമർശിക്കുകയും ആ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്യുമ്പോൾ മുസ്ലിം ലീഗ് അവിടെ അതിരുകവിഞ്ഞൊരു ആവേശം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കണ്ണൂരോ അല്ലെങ്കിൽ കോഴിക്കോടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കുന്ന മലപ്പുറത്തോ പൊന്നാനിയിലോ കാണിക്കാത്തൊരു ആവേശം വടകരയിൽ മുസ്ലിം ലീഗ് കാണിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതേ ആവേശം 2019 P. ജയരാജൻ സ്ഥാനാർത്ഥിയായതിനു ശേഷം വളരെ വൈകി K. മുരളീധരൻ വന്നപ്പോഴും മുസ്ലിം ലീഗ് കാണിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ആ മണ്ഡലം UDF ജയിക്കുക എന്നുള്ളത് UDF-ലെ അവിടുത്തെ ഏറ്റവും പ്രവർത്തനശേഷിയുള്ളൊരു പാർട്ടി എന്നുള്ള നിലയിൽ അവർ കാണിക്കുന്ന ഒരു ആവേശമായിട്ട് അങ്ങനെ കാണാതെ അതിനെന്തിനാണ് ഇങ്ങനെ വർഗീയമായി കാണുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഒരു ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ലീഗിൻ്റെ കൊടി വയനാട്ടിൽ ഉയർന്നപ്പോൾ അസ്വസ്ഥമായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസുമാണ്. അപ്പോൾ അന്ന് CPM എടുത്ത നിലപാട് ലീഗിന് സ്വന്തം കൊടി ഉയർത്താനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലെങ്കിൽ നിങ്ങളെന്തിനാണ് അതിൽ തുടരുന്നത്? അതേ കൊടി വടകരയിൽ കാണുമ്പോൾ CPM-ന് അസ്വസ്ഥത ഉണ്ടാകണമെങ്കിൽ അത് CPM ആത്മപരിശോധന ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു മത്സരത്തെ മറ്റു രീതിയിൽ തിരിച്ചുവിടാനുള്ള ചില ശ്രമങ്ങളെങ്കിലും
ബോധപൂർവമായ ശ്രമങ്ങളെങ്കിലും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ തൊഴിലുറപ്പ് സ്ത്രീകളെ UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDFകാർ അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ. ആ പരാതി ആ ഒരു ഇത് നറേറ്റീവ് പിന്നെ പോയത് നാദാപുരത്തിൻ്റെ പഴയ ചരിത്രത്തിലേക്കും മുസ്ലിം ജന്മിമാരും തീയ കുടിയാന്മാരും എന്ന പഴയ പ്രശ്നത്തിലേക്ക് കണാരൻ്റെ നേതൃത്വത്തിൽ അതിനെ നടന്ന ചെറുത്തുനിൽപ്പ്, ചെക്കൻ വിളി അങ്ങനെയുള്ള ഒരു പഴയ ഒരു നെറേറ്റീവിലേക്ക് കൊണ്ടുപോവുകയും അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. അതിനുശേഷമാണ് ഒരു DYFI നേതാവ് ഒരു പോസ്റ്റ് ഇടുന്നത്, മുസ്ലിം ലീഗിലെ ചില സൂക്കേടുള്ള ആളുകൾക്കാണ് ഷാഫി വളരെ സ്വീകാര്യനാവുന്നത് എന്ന്. അവിടെ മുസ്ലിം ലീഗിൻ്റെ ഇത്തരത്തിലുള്ള പ്രകടനങ്ങൾ, ഇത്തരത്തിലുള്ള പ്രചരണം നടന്നു കഴിഞ്ഞാൽ ശൈലജ ടീച്ചർക്ക് വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ അപകടകരമാണ്. ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അതായത് ചില സൂക്കേടുകാർ എന്ന് പറഞ്ഞത് DYFIയുടെ സംസ്ഥാന നേതാവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ആ സൂക്കേട്? ആ സൂക്കേട് എന്ന് പറയുന്നത്, ആ രോഗം എന്ന് പറയുന്നത് വർഗീയതയാണ്. അത് മുസ്ലിം ലീഗിനെ മേൽ ആരോപിക്കുന്നത് CPM ആണ്. മറ്റേത് BJP ആണെങ്കിൽ പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന് അവിടെ പറയാൻ ശ്രമിച്ചത് BJP ആണെങ്കിൽ, അവിടെ കീഴടങ്ങിയത് കോൺഗ്രസ് ആണെങ്കിൽ, ഇവിടെ ആ പ്രശ്നം ഉന്നയിക്കുന്നത് വളരെ നിർഭാഗ്യവശാൽ CPMകാരാണ്. അപ്പോൾ ഒരു ചോദ്യം, CPMന് ലീഗിനോടുള്ള സമീപനം എന്താണ്? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം, അങ്ങനെ ഒരു വർഗീയ പാർട്ടിയാണ് CPM എന്നുള്ള നിലപാട്, ലീഗ് എന്ന നിലപാട് CPMനില്ല. കഴിഞ്ഞ 4-5 മാസമായിട്ട് നിരന്തരമായിട്ട് CPM നടത്തുന്ന പരിപാടികളിൽ മുസ്ലിം ലീഗ് ക്ഷണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് ഏക സിവിൽ കോഡ് പ്രശ്നമായാലും പലസ്തീൻ പ്രശ്നമായാലും ഒക്കെയും ലീഗിൻ്റെ സാന്നിധ്യം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇടതു മുന്നണിയിലേക്ക് ലീഗ് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ എപ്പോഴാണ് ലീഗ് വർഗീയമാവുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അപ്പോൾ അതിനുത്തരം പറയേണ്ടത് ഈ പോസ്റ്റിട്ട ആളുകളാണ്. എന്താണ് മുസ്ലിം ലീഗിൽ അവർ കാണുന്നത്? മുസ്ലിം ലീഗ് ആർത്തലച്ച് വരുന്നു എന്ന് ചില പോസ്റ്റുകളുണ്ട്. ആർത്തലച്ച് വരുന്ന വർഗീയതയാണ്. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കൊടി അധികമായി കഴിഞ്ഞാൽ അവിടെ പച്ചവൽക്കരണം നടന്നു എന്നാണ് KT ജലീൽ പറയുന്നത്. കാവ്യവൽക്കരണത്തിന് സമാനമായിട്ട് പച്ചവൽക്കരണം എന്നൊരു സാധനമുണ്ട് എന്ന് CPM അംഗീകരിക്കുന്നുണ്ടോ? അത് CPMൻ്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന് CPM വിശദീകരിക്കണം. അത് ഈ നമ്മുടെ ഈ പറയുന്ന പോലെ RSSൻ്റെ ഭാഷയിൽ CPMൻ്റെ അണികൾ സംസാരിക്കുന്നത് വളരെയേറെ അപകടകരമായ കാര്യമാണ്. കാരണം നമ്മൾ CAA-യെക്കുറിച്ചാണ് ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ CPM സംസാരിച്ചത്. ആ CPMൻ്റെ അണികളിൽ നിന്ന് തന്നെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കുന്ന ഇത്തരം പോസ്റ്റുകൾ, അത് 1-2 പോസ്റ്റുകളാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നിരന്തരമായി ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ചർച്ച വരുന്നത്. എന്താണ് ഈ ഷാഫിയുടെ വിജയം, അഥവാ ഷാഫി വിജയിക്കുകയാണെങ്കിൽ അത് വർഗീയതയുടെ വിജയമാണ് എന്നൊക്കെ പറയുന്നത് അതിഭീകരമായ പ്രശ്നങ്ങളിലേക്ക് കേവലം തിരഞ്ഞെടുപ്പിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. അതിന് ഒരു ആത്മപരിശോധനയ്ക്ക് CPM തയ്യാറാവണമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇത് പറയുമ്പോഴേ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഷാഫി, ഇപ്പോൾ മുരളീധരൻ വന്നതിനേക്കാൾ കൂടുതൽ എനർജി ഷാഫി അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഷാഫിയുടെ ഒരു ചെറുപ്പം, ഷാഫിയുടെ ഒരു പ്രവർത്തന രീതി, ഷാഫി ആളുകളുമായിട്ട് ഇടപഴകുന്ന രീതി, അത് തീർത്തും ഭിന്നമാണ്. ഇപ്പോൾ ശൈലജ ടീച്ചർ വേറൊരു രീതിയിലാണ് ആളുകളോട് ഇടപഴകുന്നത്, ആ രീതിയിലല്ല ഷാഫി ഇടപഴകുന്നത്. ഷാഫി കുറേ കൂടെ എനർജി ഉണ്ടാക്കാൻ ഡെലിബറേറ്റായി ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഒന്ന്, ഷാഫി വൈകി വന്ന ആളാണ്. പിന്നെ KK ശൈലജ എന്ന് പറയുന്ന വ്യക്തിക്ക് കേരളത്തിൽ പൊതുവിലുള്ളൊരു സ്വീകാര്യതയുണ്ട്. അപ്പോൾ അതിനെ മറികടക്കണമെങ്കിൽ ആ എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളത് ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പരിചയത്തിൽ നിന്ന് ഷാഫിക്ക് അറിയാവുന്നതാണ്. ആ എനർജി ക്രിയേറ്റ് ചെയ്യാൻ ഷാഫി ശ്രമിച്ചിട്ടുണ്ട്. ഈ എനർജി ക്രിയേഷൻ ഈ ഷാഫിയുടെ കൂടെ നിൽക്കുന്ന, ഇപ്പോൾ വർഗീയമായ ഒരു ചിന്താഗതിയെ ഇല്ലെങ്കിൽ പോലും അവരിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നൊരു ആവേശമുണ്ട്. ആ ആവേശം ഒരു പരിധി വിട്ടതിൻ്റെ പ്രശ്നവും കൂടി ഉണ്ടായിരുന്നു അവിടെ. അല്ല, ഇത് രണ്ട് തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഒന്ന്, വളരെ കാലമായി തുടർന്നു വന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് രീതിയുണ്ട്.
അത് വളരെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോവുകയും, രണ്ടാമത്തത് പുതിയ രീതിയാണ്, നമുക്കതിന് ഇവൻ്റ് മാനേജ്മെൻ്റ് എന്നൊക്കെ വിളിക്കാൻ വേണമെങ്കിൽ. അത് വളരെ ഒരു 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 മറ്റേ ഈ റീലുകളുടെയൊക്കെ കാലഘട്ടത്തിൽ ഒരു പുതിയ തലമുറയെ ആകർഷിക്കുന്ന രീതിയിൽ ഷാഫിയുടെ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, ഒരു രീതിയൊക്കെ, അതൊരു പുതിയ രീതിയിലുള്ള ഒരു ആവേശം സൃഷ്ടിക്കുന്നത്. ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നമുക്ക് വിലയിരുത്താനാവില്ല. ഒന്ന് ഒരു ഞാൻ അവരുടെ പ്രവർത്തന രീതിയിലെ ശരി തെറ്റുകളല്ല ഞാൻ ചോദിച്ചത്, അത് ഉണ്ടാക്കുന്നതിൻ്റെ എനർജി ലെവലിലെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ചില വികാരങ്ങൾ ജനിപ്പിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ? അതിൻ്റെ അനുരണനങ്ങൾ ഒരുപക്ഷെ പുറത്തേക്ക് വന്നിട്ടുണ്ടാകുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ഒരു ഇപ്പം വളരെ കൃത്യമായി പറഞ്ഞാൽ ഈ പച്ചക്കൊടി വീശിക്കൊണ്ടുള്ള അത് നമ്മൾ എല്ലാ പ്രചരണങ്ങളൊക്കെ ഷാഫിയുടെ പ്രചരണങ്ങളെ കണ്ടിരുന്നത് വളരെ രീതിയിലുള്ള ഈ ലീഗിൻ്റെ ആവേശപ്രകടനങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ചോദ്യം, ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നത് CPM അംഗീകരിച്ചിട്ടുണ്ട്. അതായത് CPM എപ്പോഴും പറയുന്നത് മുസ്ലിം ലീഗിനെ ഞങ്ങൾ വിമർശിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിം സമുദായത്തെ അല്ല വിമർശിക്കുന്നത്. അതായത് മുസ്ലിം സമുദായം വേറെ, മുസ്ലിം ലീഗ് വേറെ എന്ന് കൃത്യമായി. കാരണം മുസ്ലിം ലീഗിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ, മുസ്ലിം ലീഗിൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ മുസ്ലിം സമുദായത്തെ അല്ല നമ്മൾ കാണുന്നത് എന്നാണ്. പക്ഷേ ഇപ്പോൾ സമയം പറയുന്നത് എന്താണ്? മുസ്ലിം ലീഗിൻ്റെ കൊടി കാണുമ്പോൾ അത് മുസ്ലിം സമുദായമാണ് എന്ന് ഇക്വേറ്റ് ചെയ്യപ്പെടുന്നത് ആരാണെന്നുള്ളതാണ്. അപ്പോൾ പുതിയ രീതിയിലുള്ള അല്ലെങ്കിൽ ആവേശം ഉണ്ടായിട്ടുണ്ടാകും. ഈ ആവേശത്തെ എന്തിനാണ് വർഗീയ വികാരമായി കാണുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് മുസ്ലിം ലീഗ് ഇപ്പോൾ ഈ ഇടതുപക്ഷ മുന്നണിയിലാണ് ഒന്ന് വിചാരിക്കുക, അവർ എളമരം കരീമിന് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വസീഫിന് വേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ആരിഫിന് വേണ്ടി വരുമ്പോൾ, ഹംസയ്ക്ക് വേണ്ടി വരുമ്പോൾ ഇങ്ങനെ ആവേശം കാണിച്ചാൽ അത് വർഗീയ വികാരമായി ചിത്രീകരിക്കപ്പെടുമോ? അതാണ് അടിസ്ഥാനപരമായ ചോദ്യം. നിങ്ങൾ മുസ്ലിം ലീഗുമായിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പം നിരന്തരമായി വിമർശിക്കാറുണ്ട്. പക്ഷേ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ കാണിക്കുന്ന ആവേശത്തെ ഒരു മതപരമായ ആവേശമായി എന്തിന് കാണുന്നു എന്നിടത്താണ് പ്രശ്നം വരുന്നത്. അത് രാഷ്ട്രീയ പാർട്ടിയുടെ അമിതാവേശമായിട്ട് കാണാം, അവരുടെ ഈ ഡിസ്പ്രപ്പോർഷനേറ്റായിട്ട് കാണിക്കുന്ന പ്രകടനമായിട്ട് കാണാം. അതിന് ആ നിലക്കാണ് കാണേണ്ടത്. മറിച്ച് അത് മതത്തിൻ്റെ ആവേശമാണ്, ആർത്തലച്ച് വരുന്ന, അപ്പോൾ ഈ പോസ്റ്റുകളിലൊക്കെ വരുന്ന വാക്കാണ് ആർത്തലച്ച് വരുന്ന ആവേശം, ഈ മതത്തിൻ്റെ ആവേശമാണ് എന്നുള്ളത്. അതിന് വിപരീതമായി മറ്റൊരു കൺസോൾട്ടേഷൻ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാവുകയും അത് തങ്ങൾക്ക് അനുകൂലമാവുകയും ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ നേരത്തെ പറഞ്ഞ പോസ്റ്റിൽ പറയുന്നത്. ശൈല ടീച്ചർ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് അതും ഒരുതരം വർഗീയതയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനോടുള്ള സമീപനം എന്താണ് CPMൻ്റെ? അത് വടകരയിലെ ലീഗിലെങ്കിലും നേരത്തെ ആ പോസ്റ്റിൽ പറഞ്ഞ പോലെ ചില അസുഖം ഉള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ചില സുഖമായിട്ടുള്ളവരുണ്ട് മുസ്ലിം ലീഗിലെന്ന് പറഞ്ഞതുപോലെ CPMലും വടകര നാദാപുരം ഏരിയയിലെങ്കിലും ഈ CPMൻ്റെ ഉള്ളിൽ ഈ വേറെ അസുഖമുള്ള ആളുകളുണ്ട് എന്ന് നമ്മൾ പഴയ ചരിത്രം നോക്കിയാൽ അറിയാം. അല്ല, ആ ചരിത്രത്തിൻ്റെ ഒരു ബാക്കി ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നു എന്നാണോ, അതോ നമ്മളതവിടെ വീണ്ടും ആരോപിക്കുന്നു എന്നാണോ? അങ്ങനെയാണോ സംഭവിക്കുന്നത്? അതിനെ വളർത്തിയെടുക്കാനുള്ള അതിൻ്റെ ബീജങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ ബോധപൂർവമായിട്ട് വളർത്തിയെടുക്കാനുള്ള ശ്രമമുണ്ടെന്നുള്ളത്. ആ ശ്രമമാണ് അവിടെ അത് നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. കാരണം അങ്ങനെയുള്ള ചരിത്രമുണ്ടല്ലോ. ആ ചരിത്രം ഉള്ള സ്ഥലത്ത് ഇങ്ങനെയുള്ള ചില പ്രചരണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ അത് അവിടെ വർക്കൗട്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇങ്ങനെയൊരു സാധനം ഉണ്ടാവുന്നില്ല. കാരണം അങ്ങനെ ഒരു ചരിത്രം അവിടെ ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ഡിവിഷൻ നാദാപുരത്ത്, കല്ലാച്ചി, ആ ഏരിയ, കുറ്റ്യാടി, ആ ഏരിയയിലൊക്കെ മുമ്പ് ഒരു 10 വർഷം 15 വർഷം മുമ്പൊക്കെ വളരെ ശക്തമായി ഉണ്ടായിരുന്ന ആ വികാരം നേരത്തെ പറഞ്ഞതുപോലെ ഈ വല്ല നേതാക്കന്മാരുടെ ബോധപൂർവമായ ഇടപെടലോടുകൂടി ഇല്ലാതായല്ല, അതിൻ്റെ എക്സ്പ്രഷൻസ് ഇല്ലാതാവുന്ന അത് ഈ ചാരം മൂടിക്കിടക്കുന്ന കല്ലുകൾ പോലെ അവിടെ കിടക്കുന്നുണ്ടാകും. അതിനെ രണ്ടാം റിവൈവ് ചെയ്യാനുള്ള ശ്രമം, അത് വോട്ട് ചിലപ്പോൾ കിട്ടിയേക്കാം, പക്ഷെ അതിനപ്പുറത്തേക്കുള്ള വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളിലേക്ക് അത് പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഈ ചർച്ചകൾ. 10-15 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ ഡിവിഷൻ, അതിനെ പിന്നീട് നേതാക്കൾ അവരുടേതായ പക്വമായ ഇടപെടൽ കൊണ്ട് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരികയും അതിൻ്റെ പ്രകടനങ്ങൾ ഒഴിവാക്കുകയും ചെയ്തൊരവസ്ഥയുണ്ട്.
ഈ 15 വർഷം മുമ്പത്തെ പോലെ അല്ല ഇപ്പോൾ അത് റിവൈവ് ചെയ്ത് വന്നാൽ ഉണ്ടാകാവുന്ന അപകടം എന്നൊരു തിരിച്ചറിവ് വേണ്ടേ ഈ നേതാക്കൾക്ക്? കാരണം വെച്ചാൽ അത് കാത്തിരിക്കുന്ന ആളുകളുടെ എണ്ണം, അല്ലെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്ന രാഷ്ട്രീയ ശക്തിയുടെയോ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന RSS പോലുള്ള സംഘടനയുടെയോ ഒരു ഇടപെടലിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കുന്നൊരു അവസരത്തിലാണ് എന്നൊരു തോന്നൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് ഉണ്ടാവണ്ടേ? തീർച്ചയായും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ഒരു വലിയ വിശാലമായ രാഷ്ട്രീയ ബോധമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം നമുക്കറിയാം, ഒരു ഷിബിൻ വധത്തിന് ശേഷം വെള്ളൂർ മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള ആക്രമണങ്ങളുണ്ടായിരുന്നു. 1-2 വീടുകളല്ല, ഒരു 50ഓളം വീടുകൾ, മുസ്ലിം വീടുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ആ വീടുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ഫർണിച്ചർ എടുത്തിട്ട് കൊണ്ടിടുകയാണ് ചെയ്തത്. അത് വളരെ 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 വീടുകളുടെ ഏതാണ്ട് എല്ലാ ഫർണിച്ചറും കേട്ടിട്ടുണ്ട്. ആ മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ഒരു ആക്രമണമാണ് ആ ഏരിയയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്തരം ഒരു കാര്യങ്ങളെ കുറിച്ചൊക്കെ ബോധമുള്ള ആളുകൾ അത് ആവർത്തിച്ചാൽ ആർക്കാണ് ഗുണം? അത് ആക്രമിച്ച് അത് ഒരു പിന്നെ ആവർത്തിച്ച് കഴിഞ്ഞാൽ എന്തായാലും CPM അല്ല ഗുണം എന്ന് ഉറപ്പാണല്ലോ. കാരണം CPM നിലപാടെന്താണ്? അഖിലേന്ത്യാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും CPM നിലപാട് എന്താണ് നമുക്കറിയാമല്ലോ. CPM നിലപാട് ഇപ്പോൾ ഉള്ള നിലപാട് ഈ മുസ്ലിം സമുദായത്തിനെതിരെ വർദ്ധിച്ചു വരുന്ന ആക്രമണം, RSS സംഘപരിവാർ ആക്രമണത്തിൽ പ്രതിരോധിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നയമാക്കുകയും ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ മുദ്രാവാക്യമായി മാറ്റുകയും ചെയ്ത ഒരു പാർട്ടിയാണ്. അങ്ങനെയുള്ള പാർട്ടിയുള്ള അണികളിൽ നിന്ന് ഇത്തരത്തിലുള്ള വലിയ സ്ഖലിതങ്ങൾ ഉണ്ടാവുക എന്നത് വളരെ ചെറുതായി കാണാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത് പറയുമ്പോഴേ ഇപ്പോൾ ആ മേഖലയിൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ കഴിഞ്ഞു, അതിൻ്റെ ബാക്കിയായിട്ടുള്ള ചില സംഭാഷണങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ കുറിപ്പുകളോ അതിനെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങളോ ഒക്കെ നടക്കുന്നുണ്ട്. ഇത് താഴെത്തട്ടിലേക്ക്, അവിടുത്തെ ഈ വടകരയിലെ ജനമനസ്സുകളിലേക്ക് അത് എത്രത്തോളം, ആ മനസ്സുകളെ എത്രത്തോളം മലീമസമാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം അവിടെ ഇതുണ്ടോ സത്യത്തിൽ, ഈ ഗ്രൗണ്ടിൽ ഇതുണ്ടോ? കാരണം ഞാൻ ചോദിക്കുന്നത്, ഈ 15 വർഷം മുമ്പ് വരെ ഉണ്ടായിരുന്ന സംഘർഷങ്ങളൊക്കെ നിലനിൽക്കുന്ന കാലത്ത് പോലും ഇപ്പോൾ ഒരു കോലീബി സഖ്യം പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവിടെ പരാജയപ്പെടുത്തിയ ജനങ്ങളുണ്ട് വടകരയിൽ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് താഴെത്തട്ടിലേക്ക് അത് ഈ പറയുന്ന വിധത്തിൽ പകർന്നു പോയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഭാഗ്യവശാൽ അങ്ങനെ ഒരു ഡിവിഷൻ സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് വളർന്നിട്ടില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾക്ക് ഒരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമ്പോൾ ഈ ചർച്ചകൾ നമുക്കറിയാം ഒരു പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ചർച്ചയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അപ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രത്യേക സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത് ആര്, അത് അന്വേഷിക്കുക എന്ന ആവശ്യം നമുക്ക് ഉന്നയിക്കാം. അതിലപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം അത് മതേതരത്തിൻ്റെ വിജയവും വേറൊരു സ്ഥാനാർത്ഥിയുടെ വിജയം വർഗീയതയുടെ വിജയമൊക്കെ ആയിട്ട് കാണുന്നത് എന്തായാലും ഒരു കമ്മ്യൂണിസ്റ്റ് സമീപനമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടുകളിൽ എന്തായാലും പാർട്ടിക്ക് CPM അങ്ങനെ നിലപാടുണ്ടാവാൻ സാധ്യതയില്ല. വളരെ പെട്ടെന്ന് തന്നെ CPM സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ട് ഈ ചർച്ചകളൊക്കെ അവസാനിപ്പിക്കും എന്നൊരു പ്രതീക്ഷയാണുള്ളത്. കാരണം CPM നേതൃത്വത്തിന് തന്നെ അറിയാം അവർക്കുണ്ടാകുന്ന എംബാരസ്മെൻ്റ് എന്ന് പറയുന്നത് വലിയൊരു കാരണം അങ്ങനെ ഒരു ആക്രമണം ഒക്കെ നടന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന ബിനുവിൻ്റെ വധം, അതിനു മുമ്പുണ്ടായിരുന്ന ചില മറ്റേ സന്തോഷിൻ്റെ വധം, അങ്ങനെ ഒരുപാട് കൊലപാതകങ്ങളൊക്കെ നടന്നൊരു സ്ഥലമാണ്. അങ്ങനെയൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ചർച്ച ഉണ്ടാവുക എന്നുള്ളത് ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഉടനടി CPM ഇടപെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ തെരഞ്ഞെടുപ്പ് മത്സരം കഴിഞ്ഞു, ഈ 2 പ്രചരണത്തിനും നേതൃത്വം നൽകിയത് സ്ഥാനാർത്ഥികൾ തന്നെയാണ്. അവരുടെ സംഘടനാ സംവിധാനമാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കൂടിയും അതിൻ്റെ മുന്നിൽ നിന്ന് നയിക്കുന്ന അവർ തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർ 2 പേര് തന്നെയല്ലേ ഇതിങ്ങനെയല്ല വേണ്ടത് എന്ന് നാട്ടുകാരോട് പറയാൻ, അല്ല ഈ ചർച്ചയെല്ലാം മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് നാട്ടുകാരോട് പറയാൻ അവർ തന്നെയല്ലേ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആളുകൾ, അവരല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്. ഇപ്പോൾ ഇതിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ പ്രചരണ മധ്യേ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നപ്പോൾ ഈ 2 കൂട്ടരും 2 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും ഇത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് പറയാനുള്ള ഒരു രാഷ്ട്രീയ സത്യസന്ധത കാണിച്ചില്ല എന്നൊരു ആക്ഷേപം ഇവർക്ക് 2 പേർക്കും എതിരെ ഉയരുന്നുണ്ട്. അത് സ്ഥാനാർത്ഥികൾക്ക് പറയാം, സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ
പക്ഷേ ഒരുപക്ഷെ സ്ഥാനാർത്ഥികൾ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാവും. ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥികൾ പറയുന്നതാണ് ആളുകൾ ശ്രദ്ധിക്കുക, മാധ്യമങ്ങൾ ശ്രദ്ധിക്കുക, സ്ഥാനാർത്ഥി എന്ത് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുകയും അതിനെ വിലക്കുകയും ചെയ്യുന്നതിൽ രണ്ടുപേരും പരാജയപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ പരാജയപ്പെട്ടു എന്നതിലുപരിയായിട്ട് അത് പ്രതിനിധീകരിക്കുന്ന പാർട്ടിയും കാര്യത്തിൽ പരാജയപ്പെട്ടതാണോ അല്ലെങ്കിൽ ബോധപൂർവം മാറുന്നതാണോ ഈ ഒരു പ്രചരണം എങ്ങനെയെങ്കിലും 2 വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് വരട്ടെ എന്ന് രണ്ടുപേരും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ വളരെ എന്താ പറയുക നിർഭാഗ്യകരമായ ഒരവസ്ഥയാണ് എന്നുള്ളതാണ്. കാരണം അത് തിരഞ്ഞെടുപ്പ് കൊണ്ട് അവസാനിക്കുന്നില്ല എന്നുള്ളതാണല്ലോ ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മഴ തോർന്നിട്ടും മരം പെയ്യുന്ന ഒരവസ്ഥയാണല്ലോ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ വടകര സവിശേഷമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ലീഗാണ് അവിടെ UDF ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ്. അവരാണ് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്, അവരാണ് സജീവമായിട്ട് രംഗത്തുള്ളത്. തെരഞ്ഞെടുപ്പ് സമിതിയുടെ ചെയർമാൻ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ്, നേരത്തെ MLA ആയിരുന്ന ആളാണ്. കഴിഞ്ഞ തവണയും അദ്ദേഹം തന്നെയായിരുന്നു. ഈ കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനത്തിൻ്റെ ഒരു ദൗർബല്യം അത് ഇത്തരം ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? ഇത് UDF എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ UDF എന്ന സംവിധാനത്തിൽ ഏറ്റവും വലിയ കക്ഷി കോൺഗ്രസ്സാണ്. ചെറുതല്ലാത്ത സ്ഥാനം മുസ്ലിം ലീഗിനുമുണ്ട്. ഇതിൽ എല്ലാ സ്ഥലത്തും, കേരളത്തിലെ എല്ലാ സ്ഥലത്തും കോൺഗ്രസ്സിന് സ്വാധീനം ഉണ്ടാവണമെന്നില്ല. മലപ്പുറത്ത് കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് മുസ്ലിം ലീഗാണെന്നറിയാം. അതുപോലെ ഒരു പാർട്ടി, അതായത് ഇപ്പോൾ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും അതിനെ എല്ലാം ചെയ്യുന്നതും CPM ആണ്. അതുകൊണ്ട് മറ്റ് പാർട്ടികൾക്ക് എവിടെയെങ്കിലും സ്വാധീനമുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മുസ്ലിം ലീഗിനെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി കാണുകയും അതിന് സ്വാധീനമുള്ള മേഖലകളിൽ അവർ അതിനെ ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നത് സാമാന്യമായിട്ട് നടക്കുന്നൊരു കാര്യമാണ്. അതിൽ വേറെ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കാണുന്നത് കൊണ്ടാണ് മുസ്ലിം ലീഗ് കോൺഗ്രസ് നിശബ്ദമാവുകയും അല്ലെങ്കിൽ കോൺഗ്രസ് ഇല്ലാതാവുകയും ലീഗ് ശക്തമാവുകയും ചെയ്യുന്നത് എന്ന് പറയുന്നതിന് അടുത്ത സ്റ്റെപ്പാണ് ഇത് വർഗീയമാണ് എന്ന് പറയുന്നത്. കാരണം UDF എന്ന സംവിധാനത്തിൽ എല്ലാ സ്ഥലത്തും ഒരേപോലെ ഒരു പാർട്ടിക്ക് സ്വാധീനമുണ്ടാവണമെന്നില്ല. അപ്പോൾ ആ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലകളിൽ ആ പാർട്ടികൾ ഒരു പക്ഷേ മേജർ പാർട്ടിയേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആവുന്നത് ജനാധിപത്യത്തിന് ഒരു അപകടമില്ലാത്ത കാര്യമാണ്. അത് സ്വാഭാവികമായി നടക്കുന്നതാണ്. മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ മാത്രം മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് മുന്നോട്ട് വരുന്നത് മലപ്പുറത്ത് ഒഴിച്ച് മറ്റ് കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വരുന്നത് ഒരു അപകടകരമായ സൂചനയാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അപകടകരമായ ഒരു സൂചനയാണെന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ഒരു ഇഷ്യൂ നോക്കുമ്പോൾ പ്രധാനമായും ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട, പൊളിറ്റിക്കലായിട്ടൊരു നിലപാട് പ്രഖ്യാപിച്ച്, അതായത് RSS നടത്തുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ നിലകൊള്ളുന്നവരാണ് ഞങ്ങൾ എന്ന പ്രഖ്യാപിത നിലപാട്, RSSൻ്റെ സകല അജണ്ടകളെയും, അത് അയോധ്യയിലെ രാമക്ഷേത്രമാണെങ്കിലും ബാബരി മസ്ജിദിൻ്റെ തകർത്തതാണെങ്കിലും CAA ആണെങ്കിലും കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞാണെങ്കിലും ഏകീകൃത സിവിൽ കോഡാണെങ്കിലും ഇതിനെയൊക്കെ രാഷ്ട്രീയമായി എതിർക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്ന CPMന് ഇത്തരം ഒരു പ്രചരണം നടക്കുമ്പോൾ കുറേക്കൂടെ ഒരു മുൻകൈ എടുത്തുകൊണ്ട് ഇതിങ്ങനെയല്ല വേണ്ടത് എന്ന് തുറന്ന് പറയാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും കുറേ കൂടെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു പാർട്ടിയായിട്ട് CPMനെ നമ്മൾ കാണണം. ഒന്നാമത് നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ആദർശം പറയാമെന്നുള്ളതാണ്. നേരത്തെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ആദർശം പറഞ്ഞു കഴിഞ്ഞാൽ അപകടമാവുമെന്ന് തോന്നുമ്പോൾ നിങ്ങളെല്ലാം അതൊക്കെ മറക്കുകയും എന്താണ് വിജയിക്കാൻ സാധ്യതയുള്ള ഘടകം എന്ന് അതിനെ ചൂസ് ചെയ്യുകയും ചെയ്യുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ട് അത് ശരിയാണെന്നല്ല പറയുന്നത്. മറിച്ച് CPMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതിൻ്റെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് അധികാരമുള്ള സ്ഥലത്ത് അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CAA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു, അപ്പോൾ UAPA നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ 140-ലധികം UAPA കേസുകളുണ്ട്. അപ്പോൾ അതേപോലെ ഞങ്ങൾ പറയുന്ന കാര്യം, ഞങ്ങൾ ന്യൂനപക്ഷ സംരക്ഷകരാണ് എന്ന് പരസ്യം കൊടുക്കുക മാത്രമല്ല, അത് യാഥാർത്ഥത്തിൽ ഒരു ഗ്രൗണ്ട് ലെവൽ നടത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ചുമതല CPM അവർക്ക് അധികാരമുള്ള സ്ഥലത്തും അവർക്ക് മേൽക്കൈയുള്ള സ്ഥലത്തുമാണ് അവരത് പ്രയോഗിച്ച് കാണിക്കേണ്ടത്. ഡൽഹിയിൽ പറയുന്നത് കൊണ്ട് പ്രശ്നമല്ല, കാരണം ഡൽഹിയിൽ അധികാരമില്ല, ഡൽഹിയിൽ CPMന് ശക്തി കേന്ദ്രങ്ങളുമില്ല. അപ്പോൾ അവർക്ക് ശക്തി കേന്ദ്രമുള്ള സ്ഥലത്താണ് അവർ
ചെയ്ത് കാണിക്കേണ്ടത്. മറ്റേത് പറയലാണല്ലോ, പറയുന്നതിനും അതൊരു പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് ഒരുപക്ഷെ വടകര പോലുള്ള സ്ഥലത്തായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രചരണം നടത്തിക്കൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കേണ്ട ആവശ്യമില്ല, കാരണം ഞങ്ങളുടെ രാഷ്ട്രീയം അതല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത CPM-ന് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് ഇത് അധികകാലം അങ്ങനെ ഈ ചർച്ച നീണ്ടുപോകാൻ ഒരുപക്ഷെ അവർ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ CPM-ൻ്റെ നേതൃത്വം ഇടപെട്ടിട്ട് ഈ ഒരു ചർച്ചയെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇല്ലാത്ത വിധ ഇടപെടലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. വടകരയിലെ ശക്തമായ മത്സരത്തിന് ശേഷം അവിടെ ഉണ്ടാകുന്ന സംഭവങ്ങൾ അതൊരുപക്ഷെ ഭാവിയിൽ ഉണ്ടാക്കിയേക്കാവുന്ന അപകട സാധ്യതകൾ, ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്ന ഉത്തരവാദിത്തമുണ്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കും, പ്രത്യേകിച്ച് മതനിരപേക്ഷ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കും അതിൻ്റെ നേതാക്കൾക്കും. ഇപ്പോൾ പ്രശാന്തോട് സൂചിപ്പിച്ച പോലെ അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഉള്ള ഉത്തരവാദിത്തത്തേക്കാൾ ഒരുപക്ഷെ കൂടുതലുണ്ടാവും വടകര പോലുള്ള പ്രദേശത്ത് താഴെത്തട്ടിൽ വലിയ സ്വാധീനമുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവർക്കുള്ള ഉത്തരവാദിത്തം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെയുള്ള ഉത്തരവാദിത്തം ഒരുപക്ഷെ മുസ്ലിം ലീഗിനുണ്ട്, കാരണം മുസ്ലിം ലീഗിന് അവിടെ സ്വാധീനമുണ്ട്, നല്ല സ്വാധീനമുണ്ട്. UDF-നെ അവിടെ നയിക്കുന്നത് മുസ്ലിം ലീഗാണ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജാഗ്രതയോടെ പ്രവർത്തിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകും, അതിൻ്റെ നേതാക്കൾ തയ്യാറാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡിലൂടെ പൂർത്തിയാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.